തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ള സഹോദരങ്ങളെ, മലയുടെ മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ കത്തിജ്വലിച്ചു നിൽക്കുന്ന മുൾപ്പടർപ്പ് കണ്ടിട്ട് പിന്നെയും പിന്നെയും അടുത്തേക്ക് ചെന്ന് ആ ദൃശ്യം നേരിട്ട് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന മോശയോട് ദൈവം പറയും, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിൻ്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുകയെന്ന്. മോശയോട് ദൈവം ആവശ്യപ്പെടുക, നീ തിരികെ ഈജിപ്തിലേക്ക് പോവുക എന്നാണ്. അവൻ ഉപേക്ഷിച്ചു പോകുന്ന ഇടത്തിലേക്ക് തിരികെ പോവുക എന്ന്. എന്നിട്ട് ദൈവം അവനോട് ഇങ്ങനെയാണ് പറയുക, എൻ്റെ ജനത്തിൻ്റെ കഷ്ടതകൾ ഞാൻ കണ്ടു, അവരുടെ രോദനം ഞാൻ കേട്ടുവെന്ന്. ദൈവത്തെ മുൾപ്പടർപ്പിൽ കാണുന്ന മോശ അതിൻ്റെ പ്രഭയിലേക്ക് മാത്രമാണ് നോക്കുന്നത്. എന്നാൽ ദൈവം അവനോട് ആവശ്യപ്പെടുക, വേദനിക്കുന്ന തൻ്റെ സഹോദരങ്ങൾക്കായിട്ട് തിരികെ പോവുക എന്നായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, അബ്രഹാമിൻ്റെ ഭാര്യയുടെ ദാസിയായ ഹാഗാർ യജമാനത്തിയുടെ കയ്യിൽ നിന്നും ലഭിച്ചിട്ടുള്ള എല്ലാ വേദനകളെയും ഒന്നുപേക്ഷിക്കാനായിട്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നതായിട്ട്. മരുഭൂമിയിൽ ഒരു നീരുറവയിൽ വെച്ച് ദൈവത്തെ അവൾ കണ്ടെത്തി. അവളോട് ദൈവം ഇങ്ങനെയാണ് പറയുക, കുഞ്ഞിൻ്റെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നുവെന്ന്. നീ തിരികെ പോയി നിൻ്റെ യജമാനത്തിക്ക് കീഴ്പ്പെട്ടിരിക്കുക എന്ന്. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ കാണുന്ന ഭാഗങ്ങളെ ഒന്നും ആയിരിക്കില്ല ദൈവം കാണുന്നത്. നമ്മൾ കാണുന്നതിനേക്കാൾ ഉപരി പ്രത്യാശയോടുകൂടി നമ്മുടെ ജീവിതത്തെ കാണുന്ന ഒരു ദൈവത്തെ വഴികളിൽ പലപ്പോഴും നമുക്ക് കണ്ടെത്താനാവും. നമ്മുടെ രോദനം കേൾക്കുന്ന, നമ്മുടെ സങ്കടങ്ങൾ കാണുന്ന ഒരു ദൈവം. ഈ ഒരു പ്രത്യാശയെക്കുറിച്ചാണ് കുരിശ് പോലും സംസാരിക്കുന്നത്. ഒരിക്കലൊരു വൈദികൻ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം സഹചാരിയായിരുന്ന ഒരു മനുഷ്യൻ ഇടയ്ക്കിടെ ഒരു പുസ്തകം തുറന്ന് വായിക്കുന്ന ഈ വൈദികനോട് ചോദിക്കും, താങ്കൾ എന്താണ് ഇടയ്ക്കിടെ എടുത്തു വായിക്കുന്നത്? എന്തെങ്കിലും പ്രചോദനാത്മകമായ പുസ്തകമാണോ എന്ന്. തൻ്റെ കയ്യിലിരുന്ന വിശുദ്ധ ഗ്രന്ഥം ഈ മനുഷ്യന് നേരെ നീട്ടി. അതിൽ ഇയാൾ ഇങ്ങനെ വായിക്കും, യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാണൻ വെടിഞ്ഞുവെന്ന്. ഈ മനുഷ്യൻ വൈദികനോട് ചോദിക്കും, എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും പരിതാപകരമായ രംഗം താൻ ആവർത്തിച്ച് വായിക്കുന്നത്? വൈദികൻ ഉത്തരം പറയും, ഇത് എന്നെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ എല്ലാ ദുരന്തമുഖങ്ങളിൽ നിന്നും ഓടി രക്ഷപ്പെടാനല്ല, ജീവിതത്തിൻ്റെ ദുരന്തങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് ഈ ക്രൂശിതൻ എന്നെ പഠിപ്പിക്കുന്നുവെന്ന്. നമ്മുടെ സങ്കടങ്ങളൊന്നും ഒരിക്കലും ഒളിച്ചോടുവാനുള്ളതല്ല, തിരികെ പോയി അതിനെ അഭിമുഖീകരിക്കാനുള്ള കൃപയ്ക്കായിട്ട് ക്രൂശിതൻ്റെ മുമ്പിൽ നമുക്ക് മുട്ടുമടക്കാം.